എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ നാളെ ആയിരിക്കും കാണാൻ പോകുന്നത്. വാലന്റൈൻസ് ഡേ ഒന്നായിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ലവറിന് ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ് ഗൈസ്. അല്ലേ ശ്രീകുട്ട? അല്ല ശ്രീകുട്ട പറയടാ, നീ മേടിക്കുന്നില്ലടാ? സിഗ്മേ അവൻ സിംഗിൾ ആണ് ഗൈസ്. സത്യം പറയടാ, കീപ് ഇറ്റ് അപ്പ്. അപ്പൊ അവന്റെ പപ്പായ ഇവിടെ നോക്കടാ. കുഞ്ഞപ്പാ, നീ ആർക്കാ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പോണ? പൊന്നെ ആർക്കാ ഗിഫ്റ്റ് കൊടുക്കാൻ പോണ? സമ്മാനം കൊടുക്കാൻ പോണ ആർക്കാ? ഈ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലവർ ഉണ്ടെങ്കിൽ പുള്ളിക്ക് മാത്രമല്ല, നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും നമുക്കത് കൊടുക്കാം. കേട്ടാ? അച്ഛന് കൊടുക്കാം. അതിനെന്താ, നീ അച്ഛന് കൊടുക്കണം? ഇല്ല, നിനക്ക് ഏറ്റവും ഇഷ്ടം ഈ ലോകത്ത് പറ? അമ്മേനാ. അപ്പൊ അമ്മക്ക് കൊണ്ട് കൊടുക്കണം വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ്. വാലന്റൈൻസ് ഡേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഗൈസ്, ഞാൻ എന്തായാലും അച്ചക്ക് വാങ്ങിക്കാന്നും പറഞ്ഞാണ് കേട്ടോ ഇരുന്നത്. അത് ഇപ്പോഴത്തെ ലവർ അതാണെന്ന്. അപ്പൊ നമുക്ക് പോയി എന്താണ് ഗിഫ്റ്റ് എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാം. അല്ലേ സുഗുഡ? കുഞ്ഞപ്പാ, ലെറ്റ്സ് ഗോ. ആ, കുഞ്ഞപ്പൻ ചെരുപ്പിടാൻ മറന്നുപോയി ഗൈസ്. ശ്രീകുട്ടനെ എടുത്തോണ്ട് പോവുകയാണ്. കുഞ്ഞേ, വേഗം പോയി ചെരുപ്പിട്ടോണ്ട് വാ. ഓ, ആനപ്പുറത്തിരിക്കണ പോലെ കേറി ഇരിക്കണല്ലേ സുഖിച്ച്. കുഞ്ഞപ്പാ, നീ ആരുടെ പുറത്തായിരിക്കണ? ചീക്കുട്ടന്റെ പുറത്തായിരിക്കണ? കൊച്ചിച്ചനാണ്. കൊച്ചിച്ചൻ അവിടെ നിക്ക് കാണല്ല രണ്ടുപേരും. ഞാൻ ഓടി ഫ്രണ്ടി വരട്ടെ. ഡില്ലം ബമ്പട ഡില്ലം ബമ്പട ഡില്ലൻ ഡില്ലൻ ഡില്ലം ബമ്പട. സുന്ദര സുഖിച്ചിരിക്കാണ്. ആനപ്പുറത്തിരിക്കുന്ന പോലെ സുഖിച്ചിരിക്കാണ്. മതിയാ സുഖിച്ചത്? കാശാ? ആ, എടുത്തെടുത്ത്. ആ, അവൻ തന്നെ കാശിന്റെ പിന്നെ ഇറക്കടാ. അവന് നടത്തിച്ചേ മതി. ഇറങ്ങിക്കോ. ആ ഗായ്സ്, അങ്ങനെ നമ്മള് റോട്ടിലെത്തി കേട്ടോ. റോട്ടിൽ നല്ല തിരക്കാ. ഇവിടെ ഒരു പരിപാടിയാണേ, നമ്മുടെ SNDP ശാഖായോഗത്തിന്റെ പരിപാടിയാണ്. ഓ, നല്ല തിരക്കാണല്ലോടാ. ഹായ്. ഓ, അപ്പൂപ്പന്മാരെല്ലാരും ഇവിടെ നിരന്നിരിപ്പുണ്ടേ. കട അടച്ചിട്ടേക്കാ. അയ്യോടാ, കടയൊക്കെ അടച്ചിട്ടേക്കാണല്ല. ഇന്ന് മറ്റേ ഇതാണല്ലേ വ്യാപാരി ദിവസം. അയ്യോ, അത് ഇന്നാണല്ലേ. ശേ ശ്രീകുട്ടാ, നമ്മുടെ പ്ലാനൊക്കെ പൊട്ടിയടാ. ആ ഗൈസ്, ഞാൻ വല്ലതും പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയാമല്ല. നമ്മുടെ പ്ലാനൊക്കെ പൊട്ടി ഗൈസ്. ഇവിടുത്തെ പരിപാടി എന്താണെന്ന് കണ്ടിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. കാരണം ഇനി ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ പറ്റൂല. നൈസായിട്ട് ചീറ്റിപ്പോയി ഗൈസ്. രാവിലെ പക്ഷെ നമ്മുടെ കുഞ്ഞമ്മ വാദിക്കെ തന്നെ കുഞ്ഞമ്മയുടെ കടയുണ്ടല്ലോ, കുഞ്ഞമ്മ കട തുറക്കാണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. പക്ഷെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം അങ്ങനെ വിട്ടുപോയി കേട്ടോ. അപ്പൊ നമ്മുടെ SNDPയുടെ ശാഖായോഗത്തിന്റെ പരിപാടിയാണ്. അപ്പൊ വെള്ളാപ്പള്ളിയൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. കാരണം കുഞ്ഞപ്പനുമായിട്ട് കുറച്ചു നേരം അവിടെ പരിപാടി കണ്ടു നിന്നിട്ട് തിരക്ക് കാരണം അവിടെ ഭയങ്കര പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇവന് പ്രസംഗം എന്താണെന്നൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് അവനാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അപ്പൊ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടുത്തെ ഒരു ഓട്ടോയിൽ കയറ്റി നിർത്തിയൊക്കെയാണ് ഞാൻ കുഞ്ഞപ്പന. കാരണം നല്ല വണ്ടിയും തിരക്കും ഒക്കെ ആയിട്ട് റോട്ടിലോട്ട് ഓടാണ്ടിരിക്കാൻ വേണ്ടി ഓട്ടോയുടെ ഉള്ളിൽ കയറ്റി ഇരുത്തിയേക്കണം. നമുക്കറിയാവുന്ന ഏട്ടന്മാരാണ്. അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഞങ്ങളിവിടെ കട്ട പോസ്റ്റാണ് അച്ഛൻ ഒന്ന് വാന്ന് പറഞ്ഞിട്ട് അച്ഛൻ വേഗം കാറും എടുത്തോണ്ട് വന്ന്. അങ്ങനെ ശ്രീകുട്ടനും ഞാനും കുഞ്ഞപ്പനും കൂടി കാറിൽ കയറി ചേരിങ്കയിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. നമ്മുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും അടിപൊളി ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് നമ്മുടെ ചേരിങ്ക. 1 മിനിറ്റ് മതി. ഇതേ ഇപ്പം അവിടെ നിന്ന് നേരെ ഇങ്ങനെ വളഞ്ഞ് അത് അവിടെ ഒരു ചെറിയ വഴിയുണ്ട്, അവിടെ കൂടി നേരെ കയറുമ്പോൾ ചേരിങ്കയാണ് കേട്ടോ. ചേരിങ്കയിലോട്ട് പോകാമെന്ന് തീരുമാനം. എന്താണെങ്കിലും ഒരുങ്ങി ഇറങ്ങി അവിടെയെങ്കിലും കുറച്ചു നേരം പോയി ഇരിക്കാന്ന് പറഞ്ഞ്. അപ്പൊ അച്ഛൻ കാറും എടുത്തോണ്ട് വന്ന്. അതാണ് സംഭവം. വെള്ളോ പൊന്ന, ഒരു കട പോലും ഇല്ല. നീ ഇപ്പൊ വെള്ളം ചോദിക്കല്ലേ. നമുക്ക് തിരിച്ച് 6 മണി വരെയാണെന്ന് തോന്നല്ലേ ഹർത്താല്. ഒരു സായിപ്പ് മദാമേ, ഒരു സായിപ്പ് മദാമല്ല, 2 മദാമ. അവര് ഞങ്ങളോട് ഇത് ചോദിച്ചേ എന്താണിന്ന് എല്ലാ കട അടച്ചിട്ടേക്കണെന്നൊക്കെ. ഞാനെന്ത് എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. ശരി, നീ ഇങ്ങനെ പൊക്കല്ലേ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മൈ ബോഡി എന്ന് പറഞ്ഞ. അപ്പോഴേക്കും പുള്ളി പറഞ്ഞ് ഓടാൻ പറഞ്ഞു. രാവിലെ നിന്നോട് ഓടാൻ പറഞ്ഞ? ആര്? സായിപ്പ് പറഞ്ഞ? എടാ, നിന്നെ കാണില്ല, നീ എന്തേടാ? അശരീരി മാത്രല്ല. ഭയങ്കര വെട്ട പഠിക്കുന്നടാ ഉച്ച. രാത്രി കടയിൽ പോയതാ. രാത്രി കടയിൽ പോയാ? അവിടെ വന്നായിരുന്നു. നിങ്ങളുടെ വീട് വന്നായിരുന്നു.
ബാക്കിയൊക്കെ എവിടെ പോയേക്കണെന്ന് പറഞ്ഞു. ആ രാത്രി ഇന്നലെ ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോയതാ, മീൻ മേടിക്കാൻ പോയതാ. അയ്യോ ആ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ മേടിക്കാൻ. എടാ നിന്റെ ഫേസ് ഒന്ന് കാണിച്ചേടാ. ഇറ്റ്സ് മീ ശീക്കുട്ടൻ. ഗായ്സ് അപ്പൊ നമ്മുടെ ചേരിങ്ക തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അമ്മയോട് പറയാൻ ഒരു കാര്യം പറയട്ടെ. ഇല്ല അമ്മയോട് പറയത്തില്ല, നീ പറഞ്ഞോ. ഏത് ഗ്ലാസ് ഇതാ? വീഡിയോ. ഓ എന്റെ ദൈവമേ എന്തൊരു അടിപൊളി വ്യൂ അല്ലേടാ. ഇത്രയും ഹായ്. അവരൊന്നുമല്ല പിന്നെ എന്നെ ഞാൻ പറയുമ്പോ നിന്നാ നമ്മുടെ അടുത്ത് ഇത്രയും നല്ല സ്ഥലം ഉള്ളതിൽ നമ്മൾ അഭിമാനിക്കണ്ടേ ശ്രീകുട്ട? അമ്മയുടെ വീടും കൂടിയാണ്. ആ ശ്രീകുട്ടന്റെ അമ്മയുടെ വീട് ഇവിടെയാണ് ഗൈസ്. ഒരു മിനിറ്റേ ഉള്ളു കേട്ടാ നമുക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 1 മിനിറ്റേ ഉള്ളു. വണ്ടിയിലാണെങ്കിൽ, നടന്നാണെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. 4 കിലോമീറ്ററാ പിന്നെ എന്തു കുഞ്ഞെ പോടപ്പെട്ട 4 കിലോമീറ്റർ ഒന്നുമില്ല. കൂടി 1-2 നിക്കും. ആ ഒരു ഫോറിനേഴ്സ് ആണ് ഗൈസ്, പേടിക്കണ്ട, ഞങ്ങൾ സ്ലോ ആക്കി തരാം. ഹായ് ഹായ്. നമ്മള് ഹായ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഈ കാട് പിടിച്ച് ഇത് നിക്കണോണ്ട് ഇതിന്റെ ഭംഗി മനസ്സിലാണുള്ളത്. ശ്യാമസുന്ദര കിരകിരാതഭൂമി. ഇത് കാട് പിടിച്ച് നിക്കണോണ്ട് ഭംഗി മനസ്സിലാണല്ലോ. ആ ഇങ്ങനെ എന്താണെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ എടുക്കാം ഗൈസ്. ആ അതെ ഇങ്ങനെ പിടിച്ചിട്ട് എന്നെയും കിട്ടുന്നുണ്ട്, പുറവും കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട് ഗൈസ്. ബാക്ക് സൈഡ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ 6 മണിക്ക് കട ഓപ്പൺ ആവുമല്ലോ അല്ലേ? ഇവിടെ സന്ദർശിക്കാണ്ട് 7 മണിക്ക് സൂര്യൻ അസ്തമിച്ച് വരാറായി ഗൈസ്. കിളിയുണ്ട്. ഇവിടെ തോട്ടിലാണ് സൂര്യൻ അസ്തമിക്കുന്നത് എന്നാണ് ശ്രീകുട്ടൻ പറയണത്. പൊഴിയാ ശ്യാമസുന്ദര. ഓ ഞാൻ പാടി പാടി വെറുപ്പിക്കും. എന്റെ ഫോൺ തെറിച്ച് പോകോ. ഇതാണൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് മറ്റേ കുഴിമന്തി കഴിക്കാൻ പോയില്ലേ? അപ്പൊ ഈ മോതിരം വാങ്ങിച്ചാക്കി. ഈ മോതിരത്തിന്റെ ഇറങ്ങിക്കോ മോനാ. അതെന്താ ഇറങ്ങടാ, അടിപൊളിയാ. ഇവിടെ കളിക്കാൻ നോക്ക റോട്ടില്. എന്നെ പൊന്നാ ബാ റോട്ടിൽ കളിക്കാൻ ഇറങ്ങ്. പിന്നടി നല്ല സ്ഥലമല്ലേ. പിന്നെ നീ എന്താന്നും പറഞ്ഞാ കാറി കയറിയത്? അവൻ വേറെ എവിടെയോ പോണെന്നും പറഞ്ഞാടാ കാറി കയറിയത്. പൊന്നെ ഇറങ്ങടി, അമ്മടെ ഉത്തല്ലേടി, ഇറങ്ങടി. പൊന്നിന് ഇഷ്ടപ്പെട്ടില്ലേ ഈ സ്ഥലം? നല്ല സ്ഥലമല്ലേ? എന്താ നല്ല അടിപൊളി സ്ഥലമാണിത്. എടാ അവന്റെ മനസ്സിൽ എന്നാ ശ്രീകുട്ട? പാർക്ക്, ബീച്ച്. അതാരാ? മാമിയാണ്. എനിക്കാരാന്ന് മനസ്സിലായില്ല, നിന്റെ മാമിയായിരുന്നല്ലേ അത്. ദൈവമേ ഗായ്സ്, ഇവിടെ വന്ന ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാ ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. എടാ മുഞ്ഞിയും കുത്തി വീഴരുത് രണ്ടുപേരും, വീഴരുത്. കുഞ്ഞപ്പ സുഖിക്കുകയാണ് ഗൈസ് ശ്രീകുട്ടന്റെ മോളിരുന്നു. കാറ്റെന്ന് പറഞ്ഞത് ഇത് കണ്ട അതിന്റെ മുടി. കാറ്റേ നീ വിഷ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഫോൺ ശ്രീകുട്ടൻ്റെ കൊടുത്തിട്ടേടാ എൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് തന്നേടാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പറ നടക്കുവാണേ. അപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ ഭംഗി വരുന്ന രീതിയിൽ വീഡിയോ എടുക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടൻ എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. വളരെ മനോഹരമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ശ്രീകുട്ട. അങ്ങോട്ട് നോക്ക്, ഫോണിൽ നോക്കി ചിരിച്ചാൽ മതി. ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങോട്ട് വന്നേ നീ അമ്മ പറയണേക്ക്. ഫോണിൽ ഒന്ന് നോക്കി ചിരിച്ചാ മാത്രം മതി. ഫോണിന്റെ നീ ഊട്ടുണ്ടാ, നീ ഈ ഊട്ടണ്ട മട്ടം. അതാണ് ക്യാമറ. അവിടെ നോക്കി ചിരിക്കോ. റെഡി തൂത്തി അച്ചെടുത്തോ എന്നാ ചിരിച്ചോ. എന്റെ പൊന്നെ, ഞങ്ങൾ ഇത്ര നേരം ഇവിടെ നല്ല കളിയായിരുന്നു ഗൈസ്. ഓ എന്റെ മുടിയുടെ കൊലം നോക്കിയടാ. ഇവിടെ നിന്നാ മറ്റേ ഷോക്ക് മുടിയൊക്കെ കറണ്ട് അടിച്ച പോലെ, ഷോക്ക് അടിച്ച പോലെ ഇരിപ്പുണ്ട് എന്റെ മുടിയൊക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം തോന്നുന്നു. കുഞ്ഞപ്പനുമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ പെട്ടപ്പാട്. ഫോട്ടോ എടുക്കാൻ നിന്ന് തരത്തേ ഇല്ല ഗൈസ്. കുഞ്ഞുവേ എടാ ഒരു ഫോട്ടോ എടുക്കാൻ നിക്കൂലേ? അവന് ഫോട്ടോ എടുക്കാൻ നിക്കണ പോലത്തെ ദേഷ്യമില്ല കേട്ടാ, ക്ഷമയില്ല നിന്ന് തരാൻ. അപ്പൊ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യടാ. ഒന്ന് ഇത് പറഞ്ഞേ.
അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാന്ന് പറ. ഒന്നും കൂടി. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാൻ. ബൈ, സീ യു.